ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചക്കപ്പുഴുക്കാട്ടോ. ചക്കപ്പുഴുക്കും നല്ല വാള മീൻകറിയാണ്. ഇത് ചക്ക എറിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്ന കേട്ടോ, തണുപ്പ് പോയിട്ടില്ല. ഫ്രീസറിൽ വെച്ചിരുന്ന ചക്കയാണ്. നമുക്ക് ചക്കപ്പുഴുക്കും മീൻകറി ഉണ്ടാക്കുന്ന കാണാം കേട്ടോ. നമുക്ക് ആദ്യം മീൻകറി ഉണ്ടാക്കാം. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ നല്ല നാടൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചേട്ടായുടെ സ്പെഷ്യലാട്ടോ നമ്മുടെ വാള മീൻകറി. ചേട്ടായാണ് കുക്കർ. നമ്മുടെ നാടൻ വാളയിൽ നിന്നുള്ള നല്ല സൂപ്പർ മീൻകറി. ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻകറി അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചക്കപ്പുഴുക്കാനുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്ന കാന്താരി മുളക് കേട്ടോ. അതിന് എരിവില്ല, അതുകൊണ്ട് ഞാൻ നമുക്കൊരു 3 മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ചധികം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പില കേട്ടോ. അത് എത്രത്തോളം കൂടുതലിടുന്നോ അത്രത്തോളം ചക്കപ്പുഴുക്കിന് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങ ചിരകിയത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം ഇട്ട് കൊടുത്തു. ജീരകം, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി നന്നായിട്ട് അരിഞ്ഞു പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതായിട്ട് അരിഞ്ഞാൽ മതിയേ. ഇത്ര ഉപ്പിട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാള, മീൻകറിയുടെ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാട്ടോ ഇത്ര ഇടുന്നേ. നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച മല്ലിപ്പൊടി കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് മസാല ഇല്ലാത്ത കളിയില്ല ഇവിടെ. ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ വീട്ടിൽ ഇളക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ മാറണം, അതുപോലെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കിനുള്ള ഐറ്റംസ് അവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്താൽ മതിയേ. ഇത്തിരി വെള്ളം പോലെ ആയിപ്പോയത്, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഐറ്റംസിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, പൊടിയൊക്കെ ചേർത്ത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. നമുക്ക് ചക്കപ്പുഴുക്കുണ്ടാക്കാനുള്ള ചക്ക ഞാൻ ഫ്രീസറിൽ അരിഞ്ഞ് വെച്ചിരുന്ന കേട്ടോ. നല്ല മൂത്ത ചക്കയായിരുന്നേ. ഇനി നമുക്ക് ഇത് നമ്മുടെ കുക്കറിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങളുടെ ഡിന്നർ സ്പെഷ്യലാട്ടോ ഇത്, ചക്കപ്പുഴുക്കും മീൻകറിയും. ഐസൊന്നും പോയിട്ടില്ല, സാരിലായിട്ട് പൊക്കോളും. ഇനി അടച്ചാൽ പൊക്കോളും. ഇനി നമുക്ക് നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കാവേ. കുടംപുളി ഇട്ട് കൊടുക്കും. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾക്ക് ഈ ചക്കയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടും ചക്കയാണ്ട് കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. 2 വിസിലൊക്കെ വേണ്ടി വരും. നമുക്ക് ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫിഷ് പീസാക്കിയിട്ട് ഇട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വിസിലടിപ്പിക്കുക. 2 വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇളക്കിയെടുത്താൽ മതിയേ. വാള മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം കേട്ടോ.
നമ്മുടെ ചക്കപ്പുഴുക്കും മീൻകറിയൊക്കെ റെഡി ആയിട്ടോ. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നല്ല മീൻ ചാറിൽ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാട്ടോ ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഹാപ്പി ഡിന്നർ.